കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നുള്ള അപകടത്തിൽ മരിച്ച ബിന്ദുവിൻ്റെ മകൾ നവമിയെ ഇന്ന് തുടർ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയാണ്. ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞു. ആരോഗ്യവകുപ്പിനെതിരെ പ്രതിഷേധം തുടരാൻ പ്രതിപക്ഷ സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ട്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരും. അതുപോലെ തലയോലപ്പറമ്പിലെ ബിന്ദുവിൻ്റെ വീട്ടിൽ നിന്ന് നിതിൻ അംബുജനും ചേരുന്നുണ്ട്. ആദ്യം ടോബി ജോൺസണിലേക്ക്. ടോബി, ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് മോർണിംഗ് ടു നിതിൻ അംബുജൻ. പറയൂ ടോബി, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. എന്തായാലും ഇന്ന് നവമിയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചു കൊണ്ടുവരും. ജൂലൈ 1-ാം തീയതിയാണ് ബിന്ദുവും മകൾ നവമിയും ഇവിടെ ചികിത്സയ്ക്ക് വേണ്ടി എത്തിയത്. അതിനിടയിലാണ് ഈ ദാരുണമായിട്ടുള്ള സംഭവം നടന്നത്. അന്ന് തന്നെ വീട്ടിലേക്ക് നവമിയെ കൊണ്ടുപോയിരുന്നു. അതിനുശേഷം ബിന്ദുവിനെ പോയി കണ്ട മന്ത്രിമാർ കൃത്യമായിട്ടുള്ള ചികിത്സയടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തി. അങ്ങനെയാണ് ഇന്ന് ഇവിടേക്ക് കൊണ്ടുവരുന്നത്. ന്യൂറോ സർജറി വിഭാഗത്തിലാണ് പ്രവേശിപ്പിക്കുന്നത്. കൃത്യം 8:15 തന്നെ ഈ ഡോക്ടർമാർ ഇവിടെ എത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം വീട്ടിൽ വെച്ചും ചികിത്സയ്ക്ക് വേണ്ടി ഡോക്ടർമാർ അവിടെ എത്തി പരിശോധനകളൊക്കെ നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇന്ന് ആശുപത്രിയിലേക്ക് തിരിച്ച് വിളിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ചികിത്സയ്ക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം SKN, പ്രതിഷേധങ്ങൾ തുടരുകയാണ്. ശക്തമായ പ്രതിഷേധ പരമ്പര തന്നെയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. അതിൻ്റെ ഒരു തുടർച്ചയെന്നോണം ഇന്നും സമരങ്ങൾ നടക്കും. തിരുവനന്തപുരത്ത് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് വലിയൊരു മാർച്ചുണ്ട്. അതുപോലെ തന്നെ കോട്ടയത്ത് മെഡിക്കൽ കോളേജിലേക്ക് BJPയുടെ മാർച്ചുണ്ട്. അതിൽ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കും. കൊല്ലത്ത് സമാനമായ രീതിയിൽ ശോഭാ സുരേന്ദ്രൻ പങ്കെടുക്കുന്ന മാർച്ചുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള സമര പരമ്പരകൾ നടക്കുന്നുണ്ട്. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിന് മുന്നിൽ ഉപവാസ സമരമടക്കം നടക്കുന്നുണ്ട്. ഏതായാലും ആരോഗ്യമന്ത്രി രാജിവെക്കണം എന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രക്ഷോഭങ്ങളെല്ലാം നടക്കുന്നത്. അതേസമയം തന്നെ അന്വേഷണം, ജില്ലാ കളക്ടർക്ക് ഒരു അന്വേഷണം നടത്താനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. ആ അന്വേഷണത്തിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജീവനക്കാരിൽ നിന്നുകൂടി മൊഴി രേഖപ്പെടുത്തുക, അതോടൊപ്പം തന്നെ PWD വിവരങ്ങൾ തേടിയ ഉടനെ ജില്ലാ കളക്ടർ ഈ റിപ്പോർട്ടും സമർപ്പിക്കും. SKN. ഓക്കെ, ടോബി ജോൺസൺ ആണ്.